നമസ്കാരം. മാന്യ പ്രേക്ഷകർക്ക് ജ്യോതിഷവിധിയിലേക്ക് സ്വാഗതം. ജ്യോതിഷവിധിയിലെ ആദ്യഘട്ടമായ വാരഫലത്തിലേക്ക് നമുക്ക് കിടക്കാം. മേടം രാശി. അശ്വതിയും ഭരണിയും കാർത്തിക നക്ഷത്രത്തിന്റെ ആദ്യ കാൽഭാഗവും ഉൾച്ചേർന്നിരിക്കുന്നതായ മേടം രാശിക്കാർക്ക് ഈ വാരം കർമ്മമേഖലയിൽ വലിയ രീതിയിൽ ദോഷങ്ങൾക്ക് സാധ്യതയില്ല. വരുമാനത്തിനും തടസ്സം പ്രത്യേകമായി കാണുന്നില്ല. എങ്കിൽ കൂടിയും ദുർച്ചെലവുകളാൽ വിഷമതകൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. കുടുംബത്തിലുള്ള വ്യക്തികളുമായി കലഹ സാധ്യത കൂടുതലായി കാണുന്നതിനാൽ വാക്കുകൾ ശ്രദ്ധിച്ച് ഉപയോഗിക്കേണ്ടതാണ്. ദാമ്പത്യപരമായും സന്താനപരമായും വിഷമതകൾ അനുഭവമാകാനും ഇടയുണ്ട്. ദോഷപരിഹാരാർത്ഥമായി ശിവങ്കിൽ ഐക്യമത്യ സൂക്ത പുഷ്പാഞ്ജലി വഴിപാട് നടത്തി പ്രാർത്ഥിച്ചു വരുന്നത് ഗുണം ചെയ്യും. ഇടവം രാശി. കാർത്തിക നക്ഷത്രത്തിന്റെ അവസാന മുക്കാൽ ഭാഗവും രോഹിണിയും മകീരം നക്ഷത്രത്തിന്റെ ആദ്യ പകുതിയും ഉൾച്ചേർന്നിരിക്കുന്നതായ ഇടവം രാശിക്കാർക്ക് ഈ വാരം തൊഴിലിൽ കഠിനമായി അധ്വാനിക്കുക വഴി നേട്ടങ്ങൾ ഉണ്ടാക്കുവാൻ കഴിയും. ഉയർന്ന വ്യക്തികളുമായി അടുത്ത ബന്ധം പുലർത്താനും സജ്ജന ബഹുമാന്യതയ്ക്കും സാധ്യതയുണ്ട്. കുടുംബക്കാരുമായുള്ള വിരോധങ്ങൾക്ക് കുറവുണ്ടാവുകയും ബന്ധുജനപ്രീതി സൃഷ്ടിക്കുവാൻ കഴിയുകയും ചെയ്യും. സന്താനങ്ങളാൽ പക്ഷേ മനപ്രയാസം അനുഭവമാകാതെ ശ്രദ്ധിക്കണം. ദോഷപരിഹാരാർത്ഥമായി ഭഗവതിങ്കിൽ ലളിതാ സഹസ്രനാമ അർച്ചന വഴിപാട് നടത്തി പ്രാർത്ഥിച്ചു വരുന്നത് ഗുണം ചെയ്യും. മിഥുനം രാശി. മകയിരം നക്ഷത്രത്തിന്റെ അവസാന പകുതിയും തിരുവാതിരയും പുണർദ നക്ഷത്രത്തിന്റെ ആദ്യ മുക്കാൽ ഭാഗവും ഉൾച്ചേർന്നിരിക്കുന്നതായ മിഥുനം രാശിക്കാർക്ക് ഈ വാരം കുടുംബത്തിൽ സന്തോഷപ്രദമായ അന്തരീക്ഷം നിലനിൽക്കും. ബന്ധുജന സഹായം, ദാമ്പത്യ സൗഖ്യം എന്നിവയും അനുഭവത്തിൽ വന്നു ചേരും. തൊഴിലിലും തടസ്സങ്ങൾക്ക് സാധ്യതയില്ല. സർക്കാരിൽ നിന്നും പക്ഷേ പ്രതികൂലമായുള്ള നടപടികൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. ഔഷധ സേവ ഒരു പക്ഷേ അത്യാവശ്യമായി വന്നേക്കാം. ആ സമയങ്ങളിലെല്ലാം യാത്രകൾ പരമാവധി ഒഴിവാക്കുവാൻ ശ്രദ്ധിക്കണം. വിദ്യാർത്ഥികൾക്ക് ഗുണപ്രദമായിരിക്കുന്ന സമയമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ദോഷപരിഹാരാർത്ഥമായി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ തുളസിമാല വഴിപാട് നടത്തി പ്രാർത്ഥിച്ചു വരുന്നത് ഗുണം ചെയ്യും. കർക്കിടകം രാശി. പുണർദ നക്ഷത്രത്തിന്റെ അവസാന കാൽഭാഗവും പൂയവും ആയില്യ നക്ഷത്രവും ഉൾച്ചേർന്നിരിക്കുന്നതായ കർക്കിടകം രാശിക്കാർക്ക് ഈ വാരം തൊഴിലിൽ ഭാഗ്യപൂർണമായുള്ള അവസരങ്ങൾ വന്നു ചേരുവാൻ ഇടയുണ്ട്. ബിസിനസ് രംഗങ്ങളിലുള്ളവർക്ക് മെച്ചപ്രദമായിരിക്കുന്ന സമയമാണ്. സാമ്പത്തികമായുള്ള തടസ്സങ്ങളെല്ലാം പൊതുവെ നീങ്ങിക്കിട്ടും. ബന്ധുജനങ്ങളുടെ വിദ്വേഷങ്ങളെല്ലാം തന്നെ മാറി കുടുംബത്തിൽ സമാധാനപരമായിരിക്കുന്ന അന്തരീക്ഷം ഉണ്ടാകും. രോഗസാധ്യതയും യാത്രാക്ലേശവും ബുദ്ധിമുട്ടിക്കാൻ സാധ്യതയുണ്ട്. അനവസരത്തിൽ ചെയ്യുന്ന പ്രവൃത്തികൾ മൂലം വിഷമിക്കാനും സാധ്യതയുണ്ട്. ദോഷപരിഹാരാർത്ഥമായി ശിവങ്കിൽ പിൻവിളക്ക് വഴിപാട് നടത്തി പ്രാർത്ഥിച്ചു വരുന്നത് ഗുണം ചെയ്യും. ചിങ്ങം രാശി. മകം, പൂരം, ഉത്ര നക്ഷത്രത്തിന്റെ ആദ്യ കാൽഭാഗം എന്നീ നക്ഷത്രങ്ങൾ ഉൾച്ചേർന്നിരിക്കുന്നതായ ചിങ്ങം രാശിക്കാർക്ക് ഈ വാരം കുടുംബക്കാരുമായി നിലനിന്നിരുന്നതായ അഭിപ്രായ വ്യത്യാസങ്ങൾ മാറി യോജിപ്പ് പ്രതീക്ഷിക്കാം. മംഗള കാര്യാലോചനയ്ക്കും സാധ്യതയുണ്ട്. തൊഴിലിലും വലിയ രീതിയിൽ ദോഷങ്ങൾക്ക് സാധ്യതയില്ല. വരുമാനത്തിന് തടസ്സങ്ങൾക്ക് സാധ്യതയില്ലെങ്കിൽ കൂടിയും അപ്രതീക്ഷിതവും അനാവശ്യവുമായുള്ള ചിലവുകളാൽ ധനസ്തംഭനം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതിനാൽ തന്നെ ആ വിഷയത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായുണ്ട്. പ്രണയകാര്യങ്ങളിലും നൈരാശ്യം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ദോഷപരിഹാരാർത്ഥമായി വിഷ്ണുവെങ്കിൽ പാൽപ്പായസം വഴിപാട് നടത്തി പ്രാർത്ഥിച്ചു വരുന്നത് ഗുണം ചെയ്യും. കന്നിരാശി. ഉത്തര നക്ഷത്രത്തിന്റെ അവസാന മുക്കാൽ ഭാഗവും അത്തവും ചിത്രാ നക്ഷത്രത്തിന്റെ ആദ്യ പകുതിയും ഉൾച്ചേർന്നിരിക്കുന്നതായ കന്നിരാശിക്കാർക്ക് ഈ വാരം തൊഴിലിലെ തടസ്സങ്ങൾക്ക് മാറ്റം വരികയും ധനാഭിവൃദ്ധി കൈവരികയും ഫലം തന്നെയാണ്. കടങ്ങളെല്ലാം തന്നെ വീട്ടുവാൻ സാധിക്കും. കുടുംബത്തിൽ കലഹാന്തരീക്ഷം നിലനിൽക്കുന്നതിനാൽ അത്യന്തം ക്ഷമ പാലിക്കേണ്ടത് ആവശ്യമാണ്. സഹായികളാലോ സഹപ്രവർത്തകരാലോ മനപ്രയാസത്തിനും സാധ്യതയുണ്ട്.
അടുത്ത സുഹൃത്തുക്കളുടെ തെറ്റായ ഉപദേശം സ്വീകരിക്കുക വഴി പേരുദോഷങ്ങളോ മറ്റോ ഉണ്ടാകുവാനും സാധ്യതയുണ്ട്. ദോഷപരിഹാരാർത്ഥമായി ആഞ്ജനേയ സ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തി പ്രാർത്ഥിച്ചു വരുന്നത് ഗുണം ചെയ്യും. തുലാം രാശി. ചിത്രാ നക്ഷത്രത്തിന്റെ അവസാന പകുതിയും ചോതിയും വിശാഖം നക്ഷത്രത്തിന്റെ ആദ്യ മുക്കാൽ ഭാഗവും ഉൾച്ചേർന്നിരിക്കുന്നതായ തുലാം രാശിക്കാർക്ക് ഈ വാരം കുടുംബസുഖം പൊതുവെ പ്രതീക്ഷിക്കാവുന്നതാണ്. വാഹനപരമായും ഭൂമിപരമായും ഗുണം പ്രതീക്ഷിക്കാം. സാമ്പത്തിക നിലയും മെച്ചപ്പെടും. എങ്കിൽ കൂടിയും തൊഴിലിൽ കാര്യമായുള്ള ഗുണം പൊതുവെ കുറവായിരിക്കും. അവസരങ്ങൾ യഥാവിധി വന്നുചേരുമെങ്കിൽ കൂടിയും നിർഭാഗ്യം കൊണ്ട് അതെല്ലാം തന്നെ നഷ്ടപ്പെടുവാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. ആരോഗ്യാവസ്ഥയും അത്ര കണ്ട് തൃപ്തികരമല്ല. ഒരു പക്ഷേ ആശുപത്രിവാസവും വേണ്ടി വന്നേക്കാം. ഉദ്ദേശിക്കുന്ന പല കാര്യങ്ങളിലും തടസ്സങ്ങൾ നേരിടുകയും ഫലം തന്നെയാണ്. വിദ്യാർത്ഥികൾക്കും ദോഷപ്രദമായിരിക്കുന്ന സമയമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ദോഷപരിഹാരാർത്ഥമായി അഷ്ടാക്ഷര മന്ത്രമായ ഓം നമോ നാരായണായ എന്ന മന്ത്രം പതിവായി ജപിക്കുന്നത് ഗുണം ചെയ്യും. വൃശ്ചികം രാശി. വിശാഖം നക്ഷത്രത്തിന്റെ അവസാന കാൽഭാഗവും അനിഷവും തൃക്കേട്ട നക്ഷത്രവും ഉൾച്ചേർന്നിരിക്കുന്നതായ വൃശ്ചികം രാശിക്കാർക്ക് ഈ വാരം തൊഴിലിൽ ആത്മാർത്ഥത പുലർത്തുവാൻ സാധിക്കും. പരാജയ സാധ്യത കൂടുതലായി കാണുന്നതിനാൽ തീരുമാനങ്ങളിൽ പാളിച്ച പറ്റാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായുണ്ട്. സാമ്പത്തികമായുള്ള ക്രമക്കേടുകളിൽ ചെന്നുപെടുവാനും സാധ്യതയുണ്ട്. കുടുംബത്തിൽ ചില്ലറ വിഷമങ്ങളും വന്നു ചേരാം. അപകീർത്തികരങ്ങളായ പ്രവർത്തനങ്ങളിൽ നിന്നും പരമാവധി ഒഴിഞ്ഞു മാറി നിൽക്കുവാൻ ശ്രദ്ധിക്കണം. വീട്ടമ്മമാർക്കും ഉദ്യോഗസ്ഥരായ സ്ത്രീകൾക്കും ഗുണപ്രദമായിരിക്കുന്ന സമയമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പൊതുവെ ദോഷപരിഹാരാർത്ഥമായി ആഞ്ജനേയ സ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തി പ്രാർത്ഥിച്ചു വരുന്നത് ഗുണം ചെയ്യും. ധനുരാശി. മൂലം, പൂരാടം, ഉത്രാടം നക്ഷത്രത്തിന്റെ ആദ്യ കാൽഭാഗം എന്നീ നക്ഷത്രങ്ങൾ ഉൾച്ചേർന്നിരിക്കുന്നതായ ധനുരാശിക്കാർക്ക് ഈ വാരം കർമ്മമേഖലയിൽ ഗുണപ്രദമായ മാറ്റങ്ങൾ ഉണ്ടാക്കുവാൻ കഴിയും. സാമ്പത്തികമായും ഗുണപ്രദം തന്നെയാണ്. പുതിയ ചില കൂട്ടുകെട്ടുകൾ വഴി പ്രയോജനകരമായ അവസരങ്ങൾ ലഭിക്കാൻ ഇടയുണ്ട്. കുടുംബപരമായി വലിയ രീതിയിൽ ദോഷങ്ങൾക്ക് സാധ്യതയില്ല. അപകട സാധ്യത കൂടുതലായി കാണുന്നതിനാൽ ഇരുചക്ര വാഹനക്കാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായുണ്ട്. വിദ്യാർത്ഥികൾക്കും അധ്യാപന രംഗത്തുള്ളവർക്കും അത്ര കണ്ട് ഗുണപ്രദമായിരിക്കുന്ന സമയമല്ല നടന്നുകൊണ്ടിരിക്കുന്നത്. ദോഷപരിഹാരാർത്ഥമായി ഭഗവതിയെങ്കിൽ കഠിനമധുര നിവേദ്യ സഹിതം രക്തപുഷ്പാഞ്ജലി വഴിപാട് നടത്തി പ്രാർത്ഥിച്ചു വരുന്നത് ഗുണം ചെയ്യും. മകരം രാശി. ഉത്രാട നക്ഷത്രത്തിന്റെ അവസാന മുക്കാൽ ഭാഗവും തിരുവോണവും അവിട്ടം നക്ഷത്രത്തിന്റെ ആദ്യ പകുതിയും ഉൾച്ചേർന്നിരിക്കുന്നതായ മകരം രാശിക്കാർക്ക് ഈ വാരം കുടുംബത്തിൽ സമാധാനാന്തരീക്ഷം നിലനിൽക്കുമെങ്കിൽ കൂടിയും ദാമ്പത്യ ജീവിതത്തിൽ അസ്വാരസ്യങ്ങൾ ഉണ്ടായേക്കാൻ സാധ്യതയുണ്ട്. പുതിയ ചില തീരുമാനങ്ങൾ തൊഴിൽപരമായി ഒരുപാട് ഗുണം ചെയ്തേക്കാം. മേലാധികാരികളുടെ പ്രീതി സമ്പാദിക്കുവാൻ കഴിയും. സാമ്പത്തികപരമായി ദോഷപ്രദമായ സമയമായതിനാൽ കടം കൊടുക്കുക, ജാമ്യം നിൽക്കുക തുടങ്ങിയവ യാതൊരു കാരണവശാലും ചെയ്യരുത്. ദോഷപരിഹാരാർത്ഥമായി ശാസ്താവിങ്കിൽ നീരാജനം വഴിപാട് നടത്തി പ്രാർത്ഥിച്ചു വരുന്നത് ഗുണം ചെയ്യും. കുംഭം രാശി. അവിട്ടം നക്ഷത്രത്തിന്റെ അവസാന പകുതിയും ചതയവും പൂരൂരുട്ടാതി നക്ഷത്രത്തിന്റെ ആദ്യ മുക്കാൽ ഭാഗവും ഉൾച്ചേർന്നിരിക്കുന്നതായ കുംഭം രാശിക്കാർക്ക് ഈ വാരം കുടുംബപരമായുള്ള വിഷമതകൾ വർദ്ധിക്കുവാൻ സാധ്യതയുണ്ട്. ഭാര്യാഭർത്തൃ കലഹത്തിനും സന്താനാരിഷ്ടതയ്ക്കും ഇടയുണ്ട്. വരുമാനപരമായി തടസ്സങ്ങൾക്ക് സാധ്യതയില്ലെങ്കിൽ കൂടിയും തൊഴിലിൽ അസൂയാലുക്കളുടെ എണ്ണം വർദ്ധിക്കാൻ ഇടയുണ്ട്. രോഗദുരിതങ്ങൾ പ്രധാനമായിട്ടും കുറവ് വന്നേക്കും. യാത്രാഗുണം പ്രതീക്ഷിക്കാം. സഹോദര സ്ഥാനീയർക്ക് ദോഷപ്രദമായിരിക്കുന്ന സമയമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ദോഷപരിഹാരാർത്ഥമായി വിഷ്ണുവിങ്കിൽ യഥാവിധി അർച്ചന മുതലായുള്ള വഴിപാടുകൾ നടത്തി പ്രാർത്ഥിച്ചു വരുന്നത് ഗുണം ചെയ്യും. മീനം രാശി. പൂരൂരുട്ടാതി നക്ഷത്രത്തിന്റെ അവസാനകാൽ ഭാഗവും ഉത്രട്ടാതിയും രേവതി നക്ഷത്രവും ഉൾച്ചേർന്നിരിക്കുന്നതായ മീനം രാശിക്കാർക്ക് ഈ വാരം കുടുംബത്തിൽ നിലനിന്നിരുന്നതായ അസന്തുലിതാവസ്ഥയ്ക്ക് മാറ്റം വരും. മംഗളകാര്യാലോചനയ്ക്കും ബന്ധുസമാഗമത്തിനും സാധ്യതയുണ്ട്.
തൊഴിലിൽ പല പ്രകാരത്തിലുള്ള തടസ്സങ്ങൾ വന്നു ചേരാമെങ്കിൽ കൂടിയും സാമ്പത്തികമായി വലിയ രീതിയിൽ ദോഷങ്ങൾക്ക് സാധ്യതയില്ല. ദേഹാരിഷ്ടതയ്ക്കും മനോവിഷമതയ്ക്കും ഇടയായേക്കാം. വിദ്യാർത്ഥികൾക്കും ഉദ്യോഗാർത്ഥികൾക്കും ദോഷപ്രദമായിരിക്കുന്ന സമയമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ദോഷപരിഹാരാർത്ഥമായി ശ്രീ വിഘ്നേശ്വര സ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തി പ്രാർത്ഥിച്ചു വരുന്നത് ഗുണം ചെയ്യും. ജ്യോതിഷവിധിയിലെ രണ്ടാം ഘട്ടമായ അനുഷ്ഠാനത്തിലേക്ക് നമുക്ക് കിടക്കാം. അനുഷ്ഠാനത്തിലെ നവതാഭക്തിയിലെ സഖ്യത്തെക്കുറിച്ചാണ് ഈ വാരം പ്രതിപാദിക്കുന്നത്. വിധിവിധാനപരമായുള്ള ഭക്തിയിലൂടെ പരാഭക്തിയിൽ എത്തിയിരിക്കുകയാണ് സഖ്യം എന്ന ഭക്തിയിലൂടെ ഒരു ഭക്തൻ ചെയ്യുക. ഈശ്വരൻ തൻ്റെ കൂട്ടുകാരനാണ് എന്നുപോലെ കണ്ട് പ്രവർത്തിക്കുന്നതാണ് സഖ്യം എന്നുള്ളതായിരിക്കുന്ന ഒരവസ്ഥ. ഭക്തിയുടെ ഏറ്റവും ഉയർന്ന തലമായിരിക്കുന്ന പരാഭക്തിയിലേക്ക് സഖ്യം എന്ന ഭക്തിയിലൂടെ പ്രവേശിക്കാൻ കഴിയുമെന്ന് ഭക്തിശാസ്ത്രങ്ങൾ ഉദ്ഘോഷിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ഭക്തിയുടെ ഏറ്റവും ഉയർന്ന തലമാണ് സഖ്യം. ഈശ്വരൻ ഉപരിലോകത്തിൽ വസിക്കുന്നവനാണ്, അല്ലെങ്കിൽ ലോകസ്വാമിയാണ് എന്നുള്ള തരം ചിന്തകൾക്കെല്ലാം തന്നെ ഉപരി ഈശ്വരൻ എന്നുള്ളത് തൻ്റെ സഖാവ്, അതായത് കൂട്ടുകാരനാണ് എന്ന ഭാവത്തിൽ ഒരു ഭക്തൻ കഴിയുന്നൊരു അവസ്ഥയാണ് സഖ്യം എന്നുള്ളതായിരിക്കുന്ന ഭക്തിയുടെ അവസ്ഥ. സർവ ചരാചരങ്ങളോടും സഖ്യത്തിലാകും കഴിയുക. ഒന്നിനോടും ദ്വേഷിക്കാതെ ഒന്നിനെയും കാംക്ഷിക്കാതെയുള്ള ഒരു തലമാണ് വാസ്തവത്തിൽ സർവഭൂതങ്ങളിലുമുള്ളതായിരിക്കുന്ന ഈ സഖ്യം എന്നുള്ളതായിരിക്കുന്ന അവസ്ഥ. സർവ ജീവജാലങ്ങളിലും ദ്വേഷം ചെയ്യാത്തവനും മിത്രത, കാരുണ്യം എന്നിവയോട് മാത്രം വസിക്കുന്നവനും നിർമ്മമനും നിരഹങ്കാരിയും സർവ ദുഃഖങ്ങളെയും സമമായി കാണുന്നവനും ക്ഷമാശീലത്തോടു കൂടിയവനുമായ ഭക്തനാണ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവൻ എന്ന് ഭഗവത്ഗീതയിൽ ഭഗവാൻ പറയുന്നുണ്ട്. ഈ വർണ്ണനകളെല്ലാം തന്നെ യോജിക്കുന്ന ഒരു തലമാണ് സഖ്യം എന്നുള്ളതായിരിക്കുന്ന തലം. ജ്യോതിഷവിധിയിലെ മൂന്നാം ഘട്ടമായ ഔഷധിയിലേക്ക് നമുക്ക് കിടക്കാം. ഔഷധിയിലൂടെ നമുക്ക് ഈ വാരം മാതളപ്പഴത്തിനെ കുറിച്ച് അടുത്തറിയാം. പ്യൂണിക്കേസി എന്ന സസ്യകുടുംബത്തിലെ ഒരു അംഗമാണ് മാതളം. ഏകദേശം 5 മീറ്റർ ഉയരത്തിൽ വളരുന്ന ഒരു ലഘുവൃക്ഷമാണ് മാതളം. കേരളത്തിൽ പൊതുവെ വീട്ടുമുറ്റങ്ങളിൽ ഇത് നട്ടുവളർത്താറുണ്ട്. ഇന്ത്യയിൽ എല്ലായിടത്തും തന്നെ പൊതുവെ നന്നായി വളരുന്ന ഒരു വൃക്ഷമാണ് ഈ മാതളവൃക്ഷം. വലുതും ചുവപ്പ് നിറവും ഉള്ളതായ ഇതിൻ്റെ പൂക്കൾ ഗന്ധരഹിതമാണ്. തവിട്ട് കലർന്ന ചുവപ്പ് നിറമാണ് ഇതിൻ്റെ ഫലങ്ങൾക്കുള്ളത്. ഇതര പഴങ്ങളെ അപേക്ഷിച്ചിട്ട് മാതളത്തിൻ്റെ പഴങ്ങളിലാണ് നാര് 51% കൂടുതലായുള്ളത്. അതിനാൽ തന്നെ ഈ മാതളപ്പഴം കഴിക്കുന്നത് വളരെയധികം ശോധനകരമാണ്. മാതളത്തിൻ്റെ പഴത്തിൽ ധാതുലവണങ്ങൾ, കൊഴുപ്പ്, അന്നജം, ഫോസ്ഫറസ്, കാൽസ്യം, ഇരുമ്പ്, ജലാംശം എന്നിവയുണ്ട്. ഇതുകൂടാതെ തന്നെ പ്രോട്ടീൻ, ജീവകം സി, ക്ലോറിൻ, പെക്റ്റിൻ, ടാനിൻ, പഞ്ചസാര, അമ്ലഘടകം എന്നിവയും ഇതിൽ ധാരാളമായുണ്ട്. മാതളത്തിൻ്റെ വേരിൻ്റെയും തണ്ടിൻ്റെയും തൊലിയും ഈ മാതളത്തിൻ്റെ പഴവും ആ ഫലത്തിൻ്റെ തോടും പൂവ് എന്നിവയെല്ലാം തന്നെ ഔഷധയോഗ്യമായുള്ളതാണ്. മാതളത്തിൻ്റെ തണ്ടിൻ്റെ തൊലിയിലും വേരിൻ്റെ തൊലിയിലും വിവിധ തരം ആൽക്കലോയിഡുകളും ടാനിനും അടങ്ങിയിട്ടുണ്ട്. വിരശല്യം, ദഹനക്ഷയം, അതിസാരം എന്നിവ സുഖപ്പെടുത്തുന്ന മാതളം ത്രിദോഷകോപത്തിന് വളരെയധികം നല്ലതാണ്. ശരീരത്തിൻ്റെ ക്ഷീണം അകറ്റി ഉന്മേഷം പ്രദാനം ചെയ്യുവാനും മാതളത്തിന് പ്രത്യേകമായുള്ള ഒരു കഴിവുണ്ട്. രോഗപ്രതിരോധ ശേഷിയും ആയുരാരോഗ്യവും പ്രദാനം ചെയ്യുന്ന അത്ഭുത ഫലമാണ് മാതളം. ഭാരതീയർ വളരെ പണ്ട് തന്നെ മനസ്സിലാക്കിയ ഈ വസ്തുതകൾ ആധുനിക പരീക്ഷണ നിരീക്ഷണങ്ങൾ തെളിയിച്ചു കൊണ്ടേയിരിക്കുന്നുണ്ട്. ബ്രിട്ടനിലെ ബ്രൈറ്റൺ, ലെയ്സെസ്റ്റർ, നോട്ടിംഗ്ഹാം എന്നീ യൂണിവേഴ്സിറ്റികളിലെ ഗവേഷണങ്ങൾ തെളിയിക്കുന്നത് മാതളത്തിൻ്റെ പഴത്തിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്ന ഒരു ഘടകം ചില വൈറസുകളെയും ബാക്ടീരിയകളെയും അതിശക്തമായി നശിപ്പിക്കുന്നുണ്ട് എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. നോട്ടിംഗ്ഹാം യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർ ഗോഡ്സൺ സ്റ്റീവാർട്ട്, ഡോക്ടർ സുഭാഷ് ജാസിം എന്നിവരുടെ പഠനങ്ങൾ എയ്ഡ്സ് രോഗകാരിയായ HIV വൈറസിനെ പോലും പ്രതികൂലമായി ബാധിക്കുന്നതായ ഘടകങ്ങൾ മാതളപ്പഴത്തിൽ ധാരാളമായി ഉണ്ടെന്നുള്ള സൂചന നൽകുന്നുണ്ട്. മാതളപ്പഴത്തിൻ്റെ നീരിൽ
തേനോ ശർക്കരയോ ചേർത്ത് കഴിച്ചാൽ രക്താതിസാരത്തിന് ഉടനടി തന്നെ ഫലം ഉണ്ടാകും. 6 ഗ്രാം മാതളത്തിൻ്റെ തളിരിലയും 1 ഡൈഗ്രാം കറുപ്പും ചേർത്ത് അരച്ച് ഗുളികകളാക്കി ദിവസവും 2 നേരം കഴിക്കുന്നത് അതിശക്തമായ അതിസാരത്തിന് വളരെയധികം ഫലപ്രദമാണ്. മാതളപ്പഴത്തിൻ്റെ തൊണ്ട് മോരിൽ അരച്ചെടുത്ത് പല പ്രാവശ്യമായി കഴിക്കുന്നതും വളരെയധികം ഗുണം ചെയ്യും. മാതളത്തിൻ്റെ തൊണ്ട് പൊടിച്ചെടുത്ത് ചെറുനാരങ്ങ നീരിൽ കലർത്തി പല പ്രാവശ്യമായി സേവിക്കുന്നത് രക്താതിസാരത്തിന് ഗുണകരമാണെന്ന് ചരകസംഹിത നിർദ്ദേശിക്കുന്നുണ്ട്. 50 ഗ്രാം മാതളത്തിൻ്റെ തോട് 750 മില്ലി വെള്ളത്തിൽ കഷായം വെച്ച് അതിൽ അല്പം പകുതിയാക്കി ഗ്രാമ്പൂ പൊടിച്ചിട്ട് 30 മില്ലി വീതം 4 നേരം സേവിക്കുന്നതും ഫലപ്രദം തന്നെയാണ്. പഴകിയ അതിസാരത്തിന് ഇത് ഏറ്റവും ഗുണപ്രദമാണ്. മാതളത്തിൻ്റെ നീരിൽ തേൻ ചേർത്ത് കഴിച്ചാൽ ഛർദി ശമിക്കുന്നതായി കാണുന്നുണ്ട്. മാതളപ്പൂവിൻ്റെ നീര് മൂക്കിൽ ഇറ്റിക്കുന്നത് മൂക്കിൽ നിന്നുമുള്ളതായിരിക്കുന്ന രക്തവാർച്ച തടയാൻ ഫലപ്രദമാണ്. മാതളത്തിൻ്റെ പഴത്തിൻ്റെ നീരും ഇഞ്ചി നീരും ചേർത്ത് കഴിച്ചാൽ കരൾ വീക്കം ശമിക്കുന്നതായും കാണുന്നുണ്ട്. വിശപ്പില്ലായ്മ, അരുചി, ഛർദി എന്നിവ മാറാൻ മാതള നീര്, ഉപ്പ്, തേന് എന്നിവ ഓരോ സ്പൂൺ വീതം ചേർത്ത് കഴിച്ചാൽ മതിയാകും. മദ്യം അമിതമായി കഴിച്ചിട്ട് ഉണ്ടാകുന്നതായുള്ള രോഗാവസ്ഥകൾക്ക് മാതളത്തിൻ്റെ പഴം പൊടിച്ചെടുത്ത് തേൻ ചേർത്ത് 5 ഗ്രാം വീതം 2-3 തവണ 2 ദിവസം കഴിച്ചാൽ ഫലപ്രദമാകുമെന്നും കണ്ടെത്തിയിട്ടുണ്ട്. വിളർച്ചയ്ക്കും പൊതുവെ മാതളത്തിൻ്റെ പഴം അത്യുത്തമമാണ്. പനിക്ക് മാതളത്തിൻ്റെ നീര്, ഇതിൻ്റെ അരി എന്നിവ വളരെയധികം നല്ല രീതിയിലുള്ളതായിരിക്കുന്ന ഔഷധമാണ്. ജ്യോതിഷവിധിയിലെ 4ാം ഘട്ടമായ കത്തുകളിലേക്ക് നമുക്ക് കിടക്കാം. ജ്യോതിഷവിധിയിലെ ഈ വാരം പാലക്കാട് നിന്നും അരവിന്ദാക്ഷനാണ് നമുക്ക് എഴുതിയിരിക്കുന്നത്. എൻ്റെയും ഭാര്യയുടെയും മകളുടെയും ജാതകപ്രകാരമുള്ള കാര്യങ്ങൾ അറിയണം എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോഴത്തെ സമയം അറിയണം, വിദ്യാഭ്യാസപരമായുള്ള കാര്യങ്ങളെക്കുറിച്ചും മക്കളുടെ കാര്യങ്ങളെക്കുറിച്ചും അറിയണം. 3 വർഷമായി വീട് വെച്ചിട്ട് അതിൽ വല്ല ദോഷവുമുണ്ടോ എന്നും ഒപ്പം തന്നെ തൊഴിൽപരമായുള്ള കാര്യത്തിനെ കുറിച്ചിട്ടും അറിയണമെന്ന് പറഞ്ഞിട്ടുണ്ട്. വിദേശത്തിലേക്ക് ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് നാളുകളായി, ശരിയാകുന്നില്ല. വിദേശപരമായിരിക്കുന്ന യോഗം എൻ്റെ ജാതകത്തിലുണ്ടോ, അത് എപ്പോഴാണ് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. അരവിന്ദാക്ഷൻ്റെ നക്ഷത്രം ചിത്ര നക്ഷത്രമാണ്. 44 വയസ്സ് കഴിഞ്ഞ് 2 മാസമായി. ഇപ്പോൾ ജാതകപ്രകാരം ശനിയുടെ ദശാകാലമാണ് ജാതകത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. 35 വയസ്സിന് ശേഷം ജാതകപ്രകാരം ശനി ദശാകാലമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. 54 വയസ്സ് വരെയുള്ളതായിരിക്കുന്ന കാലഘട്ടത്തോളം ശനിയുടെ ദശാകാലം പറയുന്നുണ്ട്. നല്ല ഭാഗ്യരാശി നിൽക്കുന്നതായിരിക്കുന്ന ശനി തന്നെയാണ് പ്രധാനമായിട്ടും സൂചിപ്പിച്ചിരിക്കുന്നത്. ജാതകപ്രകാരം അനുകൂലമായിരിക്കുന്ന രാശിയിലാണ് ശനിയുടെ സ്ഥിതിവിശേഷം പറഞ്ഞിരിക്കുന്നത്. ഗുണവും ദോഷവും ഇടകലർന്ന് ചെയ്യുന്നതായിരിക്കുന്ന ദശാകാലം ഇനിയൊരു 10 വർഷം കൂടിയിട്ട് പ്രധാനമായിട്ടും സൂചിപ്പിക്കുന്നുണ്ട്. വിദേശപരമായിരിക്കുന്ന യോഗങ്ങളെല്ലാം തന്നെ ഉള്ളതായിരിക്കുന്ന ജാതകം തന്നെയായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ചിത്രാ നക്ഷത്രം കന്നിരാശിയിലാണ് ജനനം സംഭവിച്ചിരിക്കുന്നത്. കന്നിരാശി പ്രകാരം പ്രധാനമായിട്ടും ഇപ്പോൾ ഉള്ള സമയം 7 ശനിയുടെ സമയദോഷം കുറച്ചു കാലം കൂടിയിട്ട് പറയുന്നുണ്ട്. തൊഴിൽപരമായിരിക്കുന്ന രീതിയിലുള്ള വിഷമതകളും കാര്യങ്ങളൊക്കെ തന്നെ 7 ശനി വരുത്തിക്കാനുള്ള സാധ്യത പറയുന്നുണ്ടെങ്കിലും വിദേശപരമായിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഇപ്പോൾ കുറച്ചൊരു അനുകൂലമായിരിക്കുന്ന ഒരു സമയം പറയുന്നുണ്ട്. ശ്രമിക്കുന്നത് ഈ സമയത്തിലായാൽ കുറച്ചുകൂടി ഗുണം പ്രധാനമായിട്ടുണ്ടാകും. ഭാര്യ ജാതകപ്രകാരം ചോതി നക്ഷത്രം മധുശ്രീ 39 വയസ്സ് കഴിഞ്ഞിട്ട് 7 മാസമായി. ജാതകപ്രകാരം ഭാര്യാജാതകത്തിലും ശനിദശാകാലം തന്നെയാണ്. 33 വയസ്സിന് ശേഷം 52 വയസ്സ് വരെയുള്ളതായിരിക്കുന്ന കാലഘട്ടം വരെ ശനിയുടെ ദശാകാലം പ്രധാനമായിട്ടും ജാതകത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്. 6 വർഷമായി ജാതകത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നതായ ദശാകാലം, ശനിയുടെ ദശാകാലം കുറച്ചൊരു പ്രതികൂലമായിരിക്കുന്ന സമയം കൂടിയിട്ടായിട്ടാണ് ജാതകത്തിൽ പറഞ്ഞിരിക്കുന്നത്. ചെറിയ ചെറിയ വിഷമതകൾ ഉണ്ടാകാനുള്ളതായിരിക്കുന്ന യോഗവും ഭാഗീർഘജസ്യ നിജതാര സുതാതിരു വാദോത്തരാൻ കൃഷിവിനാശം അസൽ പ്രലാപം എന്നുള്ളതായിരിക്കുന്ന വിധി പ്രകാരം അവനവന് തന്നെയും ഒപ്പം ഭർതൃസന്താനാദികൾക്കും പ്രയാസങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയമായിട്ടാണ് ശനിയുടെ ദശാകാലം പൊതുവെ പറഞ്ഞിരിക്കുന്നത്. ഈ കാലഘട്ടത്തിൽ അവർക്ക് ഇപ്പോൾ 7 ശനിയിൽ ജന്മശനിയും അഷ്ടമവ്യാഴം എന്നുള്ളതായിരിക്കുന്ന ഒരു ഗ്രഹപ്പിഴ കൂടിയിട്ട് ഭാര്യാജാതകത്തിൽ പറയുന്നുണ്ട്. ശനീശ്വരനെ പ്രീതിപ്പെടുത്തുന്നതായിരിക്കുന്ന വഴിപാടുകളും കാര്യങ്ങളും എല്ലാം തന്നെ അവർ അനുഷ്ഠിക്കുന്നത് ഏറ്റവും നന്നായിരിക്കും. ഈ വരുന്ന മെയ് മാസം വരെയുള്ളതായിരിക്കുന്ന കാലഘട്ടം വരെ സമയമോശം കുറച്ചൊരു കൂടുതലായിരിക്കുന്ന സമയമായിട്ടാണ് ഭാര്യയുടെ ജാതകപ്രകാരം പറയുന്നത്.
മക്കളുടെ രേവതി നക്ഷത്രം പ്രജിൻ 12 വയസ്സ് കഴിഞ്ഞു. കുട്ടിയുടെ ജാതകപ്രകാരം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതായ ദശാകാലം ബുധന്റെ ദശാകാലമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു വർഷം കൂടി ജാതകത്തിൽ ബുധന്റെ ദശാകാലം പറയുന്നുണ്ട്. ബാലാരിഷ്ടതയുടെ ദശയാണ് ബുധന്റെ ദശാകാലം, ആദ്യ ദശയാണ്. 13 വയസ്സ് വരെയുള്ളായിരിക്കുന്ന ആ കാലഘട്ടം കുറച്ചൊരു ആരോഗ്യപരമായിരിക്കുന്ന കാര്യത്തിലും കുറച്ചൊരു ശ്രദ്ധ വേണ്ടതായുണ്ട്. 13 വയസ്സിന് ശേഷം പിന്നീട് 7 വർഷം 20 വയസ്സ് വരെയുള്ളായിരിക്കുന്ന കാലഘട്ടം കേതുദശാകാലമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അതും വിദ്യാഭ്യാസപരമായിരിക്കുന്ന കാര്യത്തിൽ വളരെയധികം ശ്രദ്ധ വേണ്ടതായിരിക്കുന്ന സമയം തന്നെയായിട്ടാണ് കേതു പറഞ്ഞിരിക്കുന്നത്. പല വിധത്തിലുള്ളതായിരിക്കുന്ന തടസ്സങ്ങൾക്കും മടി, ആലസ്യം മുതലായിട്ടുള്ളതായിരിക്കുന്ന കാര്യങ്ങൾക്കും ഈ കേതു വഴിയൊരുക്കും എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. 20 വയസ്സ് വരെയുള്ളതായിരിക്കുന്ന ആ കാലഘട്ടത്തിലുള്ള ദോഷവശങ്ങൾ നീങ്ങുവാൻ വിഘ്നേശ്വരനെ പ്രാർത്ഥിക്കുന്നതും വിദ്യാ രാജഗോപാല യന്ത്രം ദേഹരക്ഷ ധരിക്കുന്നതും സാരസ്വത ഘൃതം എന്നുള്ളതായിരിക്കുന്ന നെയ്യെ പതിവായി കഴിക്കുന്നതും ബുദ്ധിവികാസത്തിനും മറ്റുമെല്ലാം തന്നെ ഗുണം ചെയ്യും എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. 20 വയസ്സിന് ശേഷം മകന്റെ ജാതകപ്രകാരം ദോഷമില്ല. പിന്നീട് 40 വയസ്സ് വരെയുള്ളായിരിക്കുന്ന കാലഘട്ടം ജാതകത്തിൽ ശുക്രന്റെ ദശാകാലമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. വളരെയേറെ ഗുണം ചെയ്യുന്ന ഒരു കാലഘട്ടമായിട്ടാണ് ശുക്രദശാകാലം പറഞ്ഞിരിക്കുന്നത്. മോളുടെ ജാതകപ്രകാരം രോഹിണി നക്ഷത്രം അഭിനയ 10 വയസ്സ് കഴിഞ്ഞു. രോഹിണി നക്ഷത്രപ്രകാരം ഇപ്പോൾ ചൊവ്വാദശാകാലം കഴിഞ്ഞിട്ട് ഒരു വർഷമായിട്ട് രാഹുവിന്റെ ദശാകാലമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി 17 കൊല്ലത്തോളുള്ളതായിരിക്കുന്ന രാഹുവിന്റെ ദശാകാലം ഗുണവും ദോഷവും ഇടകലർന്ന് ചെയ്യുന്ന ഒരു കാലഘട്ടമായിട്ടാണ് പറയാം. 1 കൊല്ലം 8 മാസം കൂടിയിട്ടുണ്ട് രാഹുദശയിലുള്ള രാഹുവിന്റെ അപഹാര പീരീഡ് കഴിയാൻ. ഈ 1.25 വർഷത്തോളുള്ളതായിരിക്കുന്ന കാലഘട്ടം സ്വാപഹാര സമയം കുറച്ചൊരു വിഷമകരമായിരിക്കുന്ന സമയമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഈ 1.25 വയസ്സിന് ശേഷം മകളുടെ ജാതകപ്രകാരം കുറച്ചുകൂടി അഭിവൃദ്ധി പറയുന്നുണ്ട്. പിന്നീട് വരുന്നതായിരിക്കുന്ന വ്യാഴന്റെ അപഹാരം വളരെയധികം ശ്രേയസ്കരമായിരിക്കുന്ന സമയം തന്നെയാണ്. മോളുടെ ജാതകപ്രകാരവും അച്ഛനും അമ്മയ്ക്കും കുറച്ചൊരു അനുകൂലമായിരിക്കുന്ന സമയം 1.5 വർഷത്തിന് ശേഷമുള്ളതായിരിക്കുന്ന കാലഘട്ടത്തിൽ വരുന്നുണ്ട്. പിന്നെ വിദേശപരമായിരിക്കുന്ന കാര്യങ്ങൾക്ക് താങ്കൾക്ക് യോഗമുണ്ട്. പക്ഷേ തൊഴിൽപരമായുള്ള കാര്യത്തിന് പലവിധ തടസ്സങ്ങൾ വരാമെങ്കിലും വലിയ രീതിയിൽ ഭയപ്പെടാനില്ല. 3 വർഷമായി വീട് വെച്ചിട്ട് അതിൽ വല്ല ദോഷമുണ്ടോ എന്നുകൂടി ചോദിച്ചിട്ടുണ്ട്. വീടിൻ്റെതായിരിക്കുന്ന ദോഷത്തിനെ കുറിച്ച് അറിയണമെങ്കിൽ ജാതകപ്രകാരം നോക്കിയാൽ മതിയാകില്ല. അതൊരു ദൈവജ്ഞനെ നേരിൽ കണ്ട് പ്രശ്നപ്രകാരം നോക്കിയാലാണ് ഭവനത്തിൽ വല്ല വാസ്തുപരമായിരിക്കുന്ന ദോഷമോ സ്ഥലപരമായിട്ടോ ഇല്ലെങ്കിൽ പ്രധാനമായിട്ടും മറ്റു വല്ല പ്രേതദോഷമോ വല്ലതും ഉണ്ടെങ്കിൽ അത് പ്രശ്നം വെച്ച് നോക്കിയാലാണ് മനസ്സിലാക്കുവാൻ കഴിയാം. അടുത്തുള്ളൊരു ദൈവജ്ഞനെ കണ്ട് പ്രശ്നം വെച്ച് നോക്കിയിട്ട് അതിൽ ദോഷങ്ങളുണ്ടെങ്കിൽ പരിഹരിക്കാൻ വേണ്ടിയിട്ട് നോക്കാം. ജാതകപ്രകാരം ചെറിയ രീതിയിലുള്ള ദോഷവശം ങ്ങൾക്ക് ശനീശ്വരനെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് പ്രത്യേകമായിട്ട് പറയുന്നത്. ഭാര്യ ജാതകത്തിലാണ് കുറച്ച് കൂടുതലായിരിക്കുന്ന പ്രയാസങ്ങൾ പറയുന്നത്. എന്തായാലും ക്ഷേത്രത്തിൽ ഐക്യമത്യ സൂക്ത പുഷ്പാഞ്ജലി എന്നുള്ളതായിരിക്കുന്ന വഴിപാട് 2 പേരുടെയും നക്ഷത്രത്തിൽ ചെയ്യുന്നതും ദമ്പതികൾ 2 പേരും ശനിയാഴ്ച ദിവസങ്ങളിൽ കുളികഴിഞ്ഞ ശേഷം ഭക്ഷണം കഴിക്കുക, അന്നേ ദിവസങ്ങളിൽ മത്സ്യമാംസാദികൾ കഴിക്കാതിരിക്കുന്നതും അയ്യപ്പനെയും ഹനുമാനെയും മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കുന്നതും വളരെയധികം വിശേഷമായിരിക്കുന്ന ഗുണം ചെയ്യും എന്നുള്ളതാണ് കണ്ടിരിക്കുന്നത്. താങ്കളുടെ ജാതകപ്രകാരം വിദേശയോഗവും കാര്യങ്ങളെല്ലാം തന്നെ പറയുന്നുണ്ട്. ഗ്രഹങ്ങളുടെ ചാരവശാലുള്ള സ്ഥിതിവിഗതികളെ കണക്കാക്കിയാണ് ജ്യോതിഷവിധി തിട്ടപ്പെടുത്തിയിരിക്കുന്നത്. ഓരോരുത്തരുടെയും ജനനസമയം അനുസരിച്ച് ഇതിൽ പറഞ്ഞിരിക്കുന്നതായ കാര്യങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ വന്നേക്കാം. നിങ്ങളുടെ യഥാർത്ഥ രീതിയിലുള്ള ഫലം അറിയുന്നതിന് ഒരു ദൈവജ്ഞനെ നേരിൽ സമീപിക്കുക. ജ്യോതിഷവിധിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കത്തുകളും ഞങ്ങളെ എഴുതി അറിയിക്കേണ്ടതായ വിലാസം: ദ പ്രൊഡ്യൂസർ, UTV, ആദിത്യ ഇൻ, മനങ്ങോട്, നെന്മാറ. ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾക്കും ആവശ്യങ്ങൾക്കും നേരിൽ ബന്ധപ്പെടേണ്ടതായ വിലാസം: പാടൂർ ജ്യോത്സ്യൻ, KP ശ്രീവാസ്തവ്, SBT ബാങ്കിന് സമീപം, ആലത്തൂർ. ഫോൺ നമ്പർ 9447320392. ഈ ആഴ്ചയിലെ ജ്യോതിഷവിധി ഇവിടെ സമാപിക്കുന്നു. അടുത്ത ആഴ്ച വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.